സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്ക 2:10-11 വരെയുള്ള വാക്യങ്ങളിൽ മാലാഖമാർ ആട്ടിടയരെ അറിയിച്ച സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. യേശുക്രിസ്തു സകല ജനത്തിൻ്റെയും രക്ഷകനാണെങ്കിൽ കാനാൻകാരിയ സ്ത്രീക്കും രക്ഷകനാണ്. പക്ഷെ കർത്താവ് എന്തുകൊണ്ടാണ് അവൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിനോട് ഒരു നിഷേധാത്മകമായ പ്രതികരണം അവലംബിക്കുന്നത്? 1 പത്രോസ് 1:6 പറയുന്നു, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. യാക്കോബ് 1:2 നമ്മളോട് പറയുന്നു, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ സ്ഥിരത ലഭിക്കുന്നു. മകളോടുള്ള സ്നേഹത്തിൻ്റെ ഉരുൾപൊട്ടലായി നിൽക്കുന്ന ആ അമ്മയെ കണ്ടപ്പോൾ ശിഷ്യർക്ക് സഹതാപം തോന്നുന്നു. ആ ശിഷ്യർ അവൾക്ക് വേണ്ടി കർത്താവിൻ്റെ അരികിൽ അപേക്ഷിക്കുന്നു. ആ സ്ത്രീ അവൾക്ക് വേണ്ടിയല്ല കരയുന്നത്, അവളുടെ മകൾക്ക് വേണ്ടിയാണ്. അവളുടെ വേദന ശിഷ്യരിലൂടെ ഒരു സമൂഹത്തിൻ്റെ വേദനയായിട്ട് മാറുകയാണ്. യേശുവിലുള്ള വിശ്വാസവും മകളോടുള്ള സ്നേഹവും സൗഖ്യം നേടുവാനുള്ള ആഗ്രഹവും ഇഴപാകുന്നതാണ് അവളുടെ പ്രാർത്ഥന. അവളെ പരീക്ഷിക്കുവാനായി അവളുടെ മുമ്പിൽ താനൊരു യഹൂദനും യഹൂദർക്ക് വേണ്ടി അയക്കപ്പെട്ടവനുമാണ്, നിന്റെ നിലവിളികൾ പരിഗണിക്കപ്പെടുകയില്ലെന്നുള്ള രീതിയിൽ യേശുനാഥൻ പ്രതികരിക്കുന്നു. വിശ്വാസത്തെ വിലമതിക്കുന്ന കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 49-56 വരെയുള്ള വാക്യങ്ങളിൽ ജായിറോസിൻ്റെ മകളെ പുനർജീവിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. അത്ഭുതങ്ങൾക്ക് പിന്നിലുള്ള വിശ്വാസത്തിൻ്റെ ശക്തി ശിഷ്യന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ കർത്താവ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 37-43 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പിതാവ് തൻ്റെ മകനിൽ നിന്ന് പിശാചിനെ പുറത്താക്കുവാൻ ശിഷ്യർക്കാവതില്ലെന്ന് അരുളിയപ്പോൾ കർത്താവരുടെ വിശ്വാസമില്ലായ്മയെ ശകാരിക്കുന്നുണ്ട്. ഈ സ്ത്രീയാകട്ടെ ആ ഒരു തലത്തിലുള്ള ശിഷ്യന്മാരുടെ തലത്തിലുമൊക്കെ ഉപരിയായിട്ട് വിശ്വാസത്തിൻ്റെ പാരമ്യത്തിൽ നിന്നുകൊണ്ടാണ് അപേക്ഷിക്കുന്നത്. നമ്മളോട് യാക്കോബ് ശ്ലീഹ 5:15 പറയുന്നുണ്ട്, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും എന്ന്. ദൈവവിശ്വാസത്തിന് വില കൊടുത്ത അബ്രഹാമിനെ ദൈവം വിലമതിക്കുന്നതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. തൻ്റെ മകനായ ഇസഹാക്കിനെ ബലിയേകുവാൻ അബ്രഹാം തയ്യാറാവുമ്പോൾ ദൈവം അവനോട് അരുളി ചെയ്യുന്നൊരു വാക്കുണ്ട്, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നത് യേശുവിലൂടെയാണ്. യേശു ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രമുള്ളവനാണ് താനെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പോകേണ്ടതാണ്. പക്ഷേ അവൾ പ്രണമിച്ച് സഹായത്തിനായിട്ട് വീണ്ടും അപേക്ഷിക്കുകയാണ്. കർത്താവിനോട് ആ പറഞ്ഞ വാക്കുകൾ വളരെ കഠിനമായിട്ടുള്ള വാക്കുകളാണ്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അക്കാലത്ത് പാവാവസ്ഥയിൽ ജീവിച്ചിരുന്നവരെ നായ്ക്കളെന്ന് വിളിച്ചിരുന്നു. ആ സ്ത്രീക്ക് ഒരു മനുഷ്യൻ്റെ പരിഗണന പോലും നിഷേധിക്കപ്പെടുമ്പോഴും ആ സ്ത്രീ ശാന്തത കൈവിടുന്നില്ല. എളിമയുടെ ഗരിമയിൽ നിന്നുകൊണ്ട് അവൾ പറയുന്നു, നായ്ക്കളും യജമാനന്മാരുടെ മേശമേൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ ഗുരുനാഥ എന്ന് പറയുന്നുണ്ട്. പാപിക്കും കൃപ നൽകണമേ എന്നുള്ളതാണ് ആ നിലവിളി. ഓരോ പാപിയുടെയും കണ്ണുനീരിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവം നമുക്ക് കൂട്ടായിട്ടുണ്ട്. നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ, പാപിക്കും കൃപ നൽകണമേ എന്നുള്ള നിലവിളി. ദൈവകരുണയുടെ പൂട്ട് തുറക്കുന്നതാണ് എളിമയേറിയ പ്രാർത്ഥന. അവിടുന്ന് അവളെ വിസ്മിതയായി നോക്കിക്കൊണ്ട്, അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സങ്കടങ്ങളെ തിരിച്ചറിഞ്ഞ് അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. മകളുടെ രോഗസൗഖ്യം മാത്രമല്ല കർത്താവ് അവൾക്ക് ഏകിയത്, മറിച്ച് പരിധിയില്ലാത്ത അവളുടെ വിശ്വാസത്തിന് അനുഗ്രഹവും കർത്താവ് ഏകി. അവൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന അനുഗ്രഹമാണ് കർത്താവ് അവൾക്ക് ഏകിയത്. ദാവീദിൻ്റെ പുത്രനെന്ന് അഭിസംബോധന ചെയ്തു തുടങ്ങിയ സ്ത്രീ സർവശക്തനായ ദൈവത്തെ കണ്ട് അനുഗ്രഹീതയായി മാറി. മകളെ പിശാച് ബാധിച്ചത് അമ്മ തിരിച്ചറിയുന്നത് ഈ യേശുക്രിസ്തുമായുള്ള ബന്ധത്താലാണ്. നമുക്ക് ഈ ബന്ധം നമ്മുടെ കുടുംബജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാം. നുണയനും നുണയന്മാരുടെ പിതാവുമായ സാത്താനെതിരെ ശക്തമായി നിലനിൽക്കാൻ ദൈവത്തിന് മാത്രമേ ആവുകയുള്ളൂ എന്നുള്ള ബോധ്യത്തോടെയാണ് അവൾ യേശു തമ്പുരാനെ സമീപിക്കുന്നത്.
ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപയേകുകയും ചെയ്യുന്നു എന്നുള്ള വേദവചനത്തിന് അടിവരയിടുന്നതാണ് ഈ അത്ഭുതം. യാക്കോബ് 4:6 അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നു, ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. മനുഷ്യരുടെ മുമ്പിലല്ല മുട്ടുകുത്തേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തിയാൽ ആരുടെ മുമ്പിലും മുട്ടുകുത്തുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കുകയില്ല. യഹോവ പ്രഭാഷകൻ 35 അധ്യായം 21 വാക്യം നമ്മളോട് പറയുന്നു, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കയറുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷ കണ്ട ആട്ടിടയർ നിയമജ്ഞരായിരുന്നില്ല, ദൈവത്തെപ്പറ്റി വലിയ ധാരണകൾ ഉള്ളവരായിരുന്നില്ല. പക്ഷേ മാലാഖയുടെ വാക്കുകൾ എളിമയോടെ മനോഭാവത്തിൽ സ്വീകരിച്ചപ്പോൾ അവർ ദൈവദർശനം നേടി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. ഹെറോദസിൻ്റെ കൊട്ടാരത്തിലെ നിയമജ്ഞർ ജ്ഞാനികളുടെ അറിവിന് അംഗീകാരമേകി. പക്ഷേ ജ്ഞാനത്തെ തേടി അവരോടൊപ്പം പോകുവാൻ, കൊട്ടാരത്തിലെ സുഖഭോഗങ്ങൾ ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറായില്ല. ലൂക്ക 7:35 ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. എളിയവൻ നിലവിളിക്കുമ്പോൾ കർത്താവ് അത് കേൾക്കുന്നു. എളിയവരെ വളർത്തുന്നവൻ ദൈവമാണ്. യേശുനാഥൻ വളരുവാൻ വേണ്ടി കുറഞ്ഞവനാണ് സ്നാപയോഹന്നാൻ. തന്നെ താഴ്ത്തിയവനാണവൻ. അവനെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ എല്ലാവരെക്കാളിലും ഉന്നതനായിട്ട് അവനെ ദൈവം വളർത്തി. സഹനങ്ങളിൽ ആടി ഉലയുമ്പോൾ കുതിരാത്ത വിശ്വാസം നമുക്കുള്ള രക്ഷയുടെ പടവാണ്. ക്രിസ്തീയ ജീവിതം കഷ്ടതകളുടെ പാരമ്യങ്ങളിലും ക്രിസ്തുവിൽ ആശ്വാസം കണ്ടെത്തി പിടിച്ചുയർത്തുന്ന ദൈവകരങ്ങളിൽ ആശ്രയം തേടുന്ന ജീവിതമാണ്. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ കരത്തിൽ നമ്മൾ താഴ്മയോടെ നമ്മളെ തന്നെ സമർപ്പിക്കാം. 1 പത്രോസ് 5:6 പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ആമേൻ. തക്ക സമയത്ത്.